ട്രാവൽ ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഒരു ചേട്ടനെ പറ്റും. ഇതാണ് ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ ബാബുചേട്ടൻ. ബാബുചേട്ടൻ നമ്മൾ ഇതൊക്കെ ഒന്ന് പരിചയപ്പെടാനും എന്തുവാന്നൊക്കെ അറിയാനും വേണ്ടി വന്നതാണ്. ചെയ്യാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗെയിം ഫിഷിംഗ് ഷോപ്പാണ്. ഇപ്പോഴത്തെ ട്രെൻഡായ റോഡും റീലും ഒക്കെ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് ഇപ്പോഴത്തെ എല്ലാവരും ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഒരു 10 കൊല്ലമായിട്ട്, ഞാനൊരു 10 കൊല്ലമായി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇത് സ്റ്റാർട്ടിങ് ആയത്. ഇത് സ്പെഷ്യൽ ഗെയിം ഫിഷിംഗ് ഷോപ്പ് എന്ന സിക്സർ എന്നുള്ള പേരില് ഒരു ഗെയിം ഫിഷിംഗ് ഷോപ്പ് തുടങ്ങിയിട്ട് 2015 തുടങ്ങി. ഇപ്പൊ 25 ആയപ്പോ 10 കൊല്ലമായി. ഞാൻ ഈ ഫീൽഡ് വന്നിട്ടൊരു ഏകദേശം ഒരു 25-27 കൊല്ലമായി. 27 കൊല്ലത്തിന് മേലായെന്ന് തോന്നുന്നു. അത് ഞാൻ ദുബായിലായിരുന്നു. എന്റെ ഒരു ചെറിയ പ്രായത്തിൽ പോയി അവിടുന്ന് പഠിച്ച ഈ ഗെയിം ഫിഷിംഗ് വലിയൊരു ഷോപ്പിലായിരുന്നു അവിടെ ജോലി ചെയ്ത്. അപ്പൊ അവിടുന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് നമുക്ക് രണ്ടും കൽപ്പിച്ച് ഞാൻ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ നാട്ടില് ഇങ്ങനെ തുടങ്ങി. ചെറുതായിട്ട് യൂട്യൂബിലൂടെയും മറ്റുള്ളവർ വന്ന് യൂട്യൂബൊക്കെ തുടങ്ങി ഞാനും ഒരു ചാനലൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ഇതൊരു ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലിക്കായി മാറിയത്. ഇതെന്ന് പറയുന്നത് ഫുള്ള് നമ്മൾ ആർട്ടിഫിഷ്യൽ ലൂറുകളാണ്. ഈ ഫ്രെയിമിൽ കാണുന്നത് ഫുള്ള് ആർട്ടിഫിഷ്യൽ ലൂറുകളാണ്. എന്നുവെച്ചാൽ നമ്മൾ ഒറിജിനൽ മീനെ പോലെ തോന്നിപ്പിക്കുന്ന, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ കാണിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്ന ഒരു തവളയുടെ കണക്കുള്ള ഒരു ലൂറെന്നാണ് പറയുന്നത്. ഇത് ഫ്രോഗ് ലൂർ എന്ന് പറയും. ഈ ഫ്രോഗ് ലൂർ എന്ന് പറയുമ്പോൾ നമ്മള് മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ റിവർ ഫിഷിങ്ങിനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ റിവർ ഫിഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലും വാഹ, അതുപോലെ ചേറുമീൻ, വരാൽ എന്നൊക്കെ പറയുന്ന മീൻ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുപോലുള്ള സാധനത്തിനെ പിടിക്കാനാണ് നമ്മൾ ഈ ഫ്രോഗ് ലൂറുകൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മളിപ്പോ സൈലന്റ് ആയിട്ട് കിടക്കുന്ന ഈ കുളങ്ങളിലൊക്കെ പോയിട്ട് ചുമ്മാ ആദ്യം പോയി വക്കത്ത് പോയി കിടന്ന് വേണമൊന്നും ഉണ്ടാക്കാം. സൈലന്റ് ആയിട്ട് നമ്മൾ ചെല്ലുന്നത് പോലും മീൻ കാണരുത്. മീൻ എപ്പോഴും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടായിരിക്കും. മുകളിൽ എന്താണോ വീഴുന്നത് അതിനെയൊക്കെ അറ്റാക്ക് ചെയ്യാനായിരിക്കും കൂടുതൽ ഈ പറഞ്ഞ സ്നേക്ക് ഹെഡ് ഫാമിലിയിൽപ്പെട്ട മീനുകളുള്ളത്. അപ്പൊ അത് വളരെ സൈലന്റ് ആയിട്ട് നമ്മൾ പോകണം. ആളും കൂട്ടമായിട്ടൊന്നും പോയി മീൻ പിടിക്കുക. അതെന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്. അപ്പൊ കഴിവതും മോർണിംഗിൽ പോവുക അല്ലെങ്കിൽ ഈവനിങ്ങിൽ പോവുക. അതാണ് ഫിഷിംഗ് നല്ല ടൈം. എപ്പോഴും മീൻ കിട്ടും. അത് എപ്പോഴും മീൻ കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ ഹൈ ടൈഡ്, ലോ ടൈഡ് അത് ഡിപ്പെൻഡ് ചെയ്തത്. സീ വാട്ടർ ഫിഷിങ്ങിനാണ് എപ്പോഴും അതിന്റെ ഏറ്റവും പോലൊക്കെ മീൻ കിട്ടും. പക്ഷെ നമ്മൾ റിവർ ഫിഷിങ്ങിന് പോകുമ്പോഴത്തേക്കും ഏർലി മോർണിംഗും ഈവനിങ്ങും ആണ് എന്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ പോയിട്ട് ഇത്തരം ലൂറുകളെ നമ്മൾ നല്ലോണം ലെങ്കിലടി അറിഞ്ഞിട്ട് ഒരു മീഡിയം സ്പീഡിലിന്റെ റെഡ് ഡ്രൈവിംഗ് എന്ന് പറയും. റെഡ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ചുറ്റുന്നതിനാണ് റെഡ് ഡ്രൈവിംഗ് എന്നതിന് ഫിഷിംഗ് ഭാഷയിൽ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 100% എന്ന് വെച്ചാൽ ഒരു സംശയം വേണ്ട, ഇത് മീനടിക്കും. മീനടിക്കുക പറഞ്ഞാൽ ഇതിനെ പിടിക്കാനാണ് വെള്ളത്തിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ തേക്കെട്ടൊക്കെ ഉള്ളത്. അപ്പൊ വെള്ളത്തിൽ വീഴുന്ന ജീവികളെ പിടിച്ചിരിക്കും. ഇതിന്റെ ആക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി എന്ന് വെച്ചാൽ റിയൽ തവള ഭയന്നോടുന്ന ഒരു മൂവ്മെന്റ് ആണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഈ കാണിക്കുന്ന സ്പിന്നർ എന്ന് പറയും സാധനത്തിന്, ഈ തൊങ്ങല് ഇതിങ്ങനെ മിന്നി പോകുമ്പോൾ കുറച്ചും കൂടെ അട്രാക്ഷനാണ്. അപ്പൊ ഇത് ഞാൻ സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും അല്ല സംഭവം. ഈ കാണുന്ന മുഴുവനും ഡമ്മി ലൂറുകളാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല, അതുപോലെ ഒത്തിരി പേർക്ക് അറിയാവുന്നവർ കാണും. ഇത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞു. ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സബ്ക്കി എന്ന് പറയുന്നത്. സബ്ക്കി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ലൂറുകളാണ്. എന്ന് വെച്ചാൽ ചെറിയ ചെമ്മീന്റെ ലൂറുകളെന്ന് ഞാൻ നേരത്തെ പറയില്ല, ഡമ്മികളെ ലൂറുകളെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പൊ ഒരു നൂലിനകത്ത് ഒരു 6 ഡിഫറെന്റ് ഇങ്ങനെ ചെമ്മീന്റെ കണക്കുള്ള ലൂറുകളാണ്. ഇത് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ കായലില്, അതുപോലുള്ള കടലിൽ, പൊഴി പോലുള്ള സ്ഥലങ്ങളിൽ വറ്റ അങ്ങനെയുള്ള ഇരിക്കുന്ന ഒരു സാധനമാണ് ചാങ്കല്. അപ്പൊ ഗ്രൂപ്പ് ഓഫ് ഫിഷ് ഇതാണ് സബിക്കി എന്ന് പറയുന്നത്. അത് ഷ്രിമ്മിന്റെ സബിക്കി എന്ന് പറയും. പിന്നെ ഈ സബിക്കയുടെ പല വെറൈറ്റികളുണ്ട്. നാരുകൾ മാത്രമുള്ളത്, ചൂണ്ട മാത്രമുള്ളതുണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നത് ഇതെന്ന് പറയുന്നത് ഇതാണ് ഫിഷ് ലൂർ എന്ന് പറയുന്നത്. ലൂറ് ഇതെന്ന് പറയുന്നത് 30 ഗ്രാം, 20 ഗ്രാം, 25 പല വെറൈറ്റി വെയിറ്റോട് കൂടിയ ലൂറുകളുണ്ട്. ഇതെന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ എന്റെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ചെമ്പല്ലി പിടിക്കാനാണ്. ഇപ്പൊ ഈ കടലും കായലും പോലുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ചെമ്പല്ലി പിടിക്കുന്നതിന് വേണ്ടി.
ഞാൻ ചെയ്യുന്നത്. ഇതാണ് അതിന്റെ ഡമ്മി എന്ന് പറയുന്ന ഫിഷ് ലൂർ. ഇതിന്റെ പല കണ്ട് ഇതെല്ലാം നമ്മുടെ ഈ സാധനങ്ങളാണ്. ഇത് ഓരോ ബ്രാൻഡിലും പല ആക്ഷനുകളാണ്, ഓരോ ബ്രാൻഡിലും പല ആക്ഷനാണ്. അതുപോലെ ബോഡി വെയിറ്റിന്റെ ടോട്ടൽ വെയിറ്റ്, ലെങ്ത് ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 95 സെന്റിമീറ്റർ ഇതിന്റെ ഇഞ്ചസ്. ഇപ്പൊ ആ ഒരു സെന്റിമീറ്ററിനാണ് ഇത് കാണിക്കുന്നത്, 95 സെന്റിമീറ്റർ. ഇത് ഒരു 95 സെന്റിമീറ്റർ ആണിത്. അങ്ങനെയൊക്കെയുള്ള ഓരോരോ ലെങ്തിലാണ് ഇത് വരുന്നത്. പിന്നെ വെയിറ്റും വ്യത്യാസപ്പെടും, കളറുകൾ ഇതെല്ലാം ഫിഷിനെ അട്രാക്ട് ചെയ്യുന്നതാണ്. ഇത് പിന്നെ ഈ ട്രിപ്പിൾ ഹുക്ക് പോലുള്ള ഡ്രാപ്പ് ഹുക്കുകളാണ് ഇതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ റബ്ബർ സേഫ്റ്റിക്ക് വെച്ചിരിക്കുന്നതാണ്. ഇതാണ് അതിന്റെ രീതി. ഇതൊരു 30 ഗ്രാം വെയിറ്റോട് കൂടിയ നല്ല ലെങ്തിൽ അറിയാൻ പറ്റുന്ന സ്പെഷ്യലായിട്ട് സീ ഫിഷിംഗ് ആയിട്ടുള്ളതാണ്. ചെമ്പല്ലി എന്ന് പറയുന്നത്, ചെമ്പല്ലി എന്നാണ് ഇതിന് പിടിക്കുന്ന മീനിന്റെ പേര്. പിന്നെ ഹമൂർ എന്ന് പറയുന്നത് ചെമ്പല്ലിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര് റെഡ് സ്നാപ്പർ എന്ന് പറയും. ഹമൂറിനെ ഗ്രൂപ്പർ എന്ന് പറയും, ഗ്രൂപ്പർ ഫിഷ്. ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുമ്പോൾ അതിന് അഴുതക്കോര എന്നൊക്കെ പറയും. ചിലർക്ക് അറിയത്തില്ല, ഇങ്ങനെ കല്ലിന്റെ ഇടയിലൊക്കെയാണ്. ചിലപ്പോ ഈ മാർക്കറ്റിലൊന്നും മേടിക്കാനൊന്നും കിട്ടത്തില്ല ഈ മീനൊന്നും. ഈ സീ ഫിഷിങ്, ഷോർ ഫിഷിങ് ചിലതരം മീനുകളെയൊന്നും നമ്മൾ അയില, മത്തി, ചെമ്മീൻ അതുപോലുള്ള സാധനങ്ങളൊന്നും അത് കോമൺ ആയിട്ട് എല്ലാവരും കിട്ടും. പക്ഷെ ഇതിന് ഇങ്ങനെയുള്ള മീനുകളെയൊന്നും നമുക്ക് ഒരുപാട് കിട്ടത്തില്ല. റയർ ഫിഷാണ്, ഏറ്റവും ടേസ്റ്റി ഫിഷാണ്. അപ്പൊ അതിനെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന അതിന്റെ ഒരു ടേസ്റ്റ് വേറെ. നമ്മള് മറ്റുള്ള ചൂര പോലെയോ മറ്റുള്ള നെന്മീൻ പോലെയോ ഒന്നും അല്ല, അതിനേക്കാൾ ടേസ്റ്റ് കൂടിയ മീനാണ് ഈ ചെമ്പല്ലി എന്ന് പറയുന്നത്, റെഡ് സ്നാപ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ പിടിക്കുന്നതാണ്. പിന്നെ കാളാഞ്ചി എന്ന് പറയുന്ന മീനൊക്കെ അറ്റാക്ക് ചെയ്യും. പിന്നെ നമ്മൾ വാഹയും പുഴയിലൊക്കെ കൊണ്ടടിച്ചാൽ എന്ത് മീനുണ്ടോ, അറ്റാക്ക് ചെയ്യുന്ന ഏത് മീനുണ്ടോ അതെല്ലാം പിടിക്കും. പിന്നെ കട്ട്ള, രോഹു എന്ന് പറയുന്ന കുറെ ഗ്രൂപ്പ് അങ്ങനെയുള്ള മീനുകളുണ്ട്. അതിനൊന്നും ഇത്തരം ഡമ്മികൾ ഉപയോഗിക്കത്തില്ല. അതിന് ഫീഡിങ് ഫിഷാണ്. നമ്മൾ തീറ്റി ഇട്ട് കൊടുത്തിട്ട് വൈറ്റ് തിലോപ്പിയ, കരിമീൻ അതിനൊക്കെ എല്ലാത്തിനും ഫിഷിങ്ങിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും നമ്മളതിലുണ്ട്. എന്താണോ അതിന് എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇത് നമുക്ക് എവിടെയാണ് മീൻ പിടിക്കുന്നത് എന്നുള്ളൊരു ഒരു എക്സ്പീരിയൻസ് എനിക്കൊരു അറിവ് കിട്ടിയാൽ അവിടത്തേക്കുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇപ്പൊ ഒരു ഏരിയ നമുക്കിപ്പോ ശാസ്താംകോട്ട അല്ലെങ്കിൽ പത്തനംതിട്ട, ഇപ്പൊ കിഴക്ക് ഫ്രഷ് വാട്ടർ ഫിഷിങ്ങിന് വേണ്ടിയുള്ളൊരു പ്രോഡക്റ്റ് ആണ് വേണ്ടതെന്നുള്ളത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്ഥലത്തേക്കുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ എന്നെ ഈ ഫിഷിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അറിവ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഇത് നേരിട്ട് വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ഥലത്തെത്താം. സ്ഥലം എന്ന് പറയുന്നത് അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അഴീക്കൽ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ അഴീക്കലാണ്. ആലപ്പുഴ കൊല്ലം ബോർഡർ, ഓച്ചിറ, കായംകുളം ബാക്ക് സൈഡ്, കടലിന്റെ സൈഡിലുള്ള സ്ഥലമാണ് ഞങ്ങളുടെ അഴീക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും മാഡത്തിന് എന്തെങ്കിലും ഓൺലൈനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ചെയ്യേണ്ടത് എന്റെ 9496262571 എന്ന് പറയുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക. ഇന്നത് വേണം, അല്ലെങ്കിൽ ഇന്ന മീൻ പിടിക്കുന്ന സാധനം വേണം, ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ. അല്ലെങ്കിൽ നമുക്കിപ്പോ ഓണമൊക്കെ വരികയാണ്. ഓണത്തിനായിട്ട് കുറെ കോംബോ ഓഫറുകളുണ്ട്. ആ കോംബോ ഓഫറിനകത്ത് ഇപ്പൊ സ്റ്റാർട്ടിങ് ബിഗിനിങ് ഒരു റോഡ് റീൽ സെറ്റ് ഫിഷിങ്ങിന് വേണ്ടിയുള്ള ഒരു സെറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1500, 2000, 2500, 3, പിന്നെ 4. 3500 ഇപ്പൊ ഇല്ല, എന്നാലും 3 കഴിഞ്ഞാൽ പിന്നെ 4000 രൂപ, 5000 രൂപ ഇങ്ങനെയുള്ള പാക്കേജ് കോംബോകളുണ്ട്. അപ്പൊ ചിൽഡ്രൻ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. 1000. ഇപ്പൊ ബേസിക് ഒരു സാധനം ജസ്റ്റ് ഒന്ന് ഫിഷിങ് ചെയ്യണം, അതും ബെസ്റ്റ് സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഇപ്പൊ ഞാൻ ഒരു 1500 കോംബോ ചെയ്യുന്നത്. ഇതൊരു ഇതുപോലൊരു റോഡ്. ഇത് നമ്മൾ മറ്റുള്ള ഓൺലൈൻ പ്രോഡക്റ്റ് പോലല്ല ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത്. മറ്റുള്ള ഈ നമ്മള് മറ്റുള്ളവരെ മോശമായിട്ട് പറയുകയല്ല, ഓൺലൈൻ എന്ന് പറയുന്നത് വെറും നമ്മൾ സംസാരിക്കാതെ നേരിട്ട് ഫോണിനകത്ത് കുത്തി ക്യാഷ് ഓൺ ഡെലിവറി അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവര് പടത്തിൽ കാണിച്ചിട്ട് ഏതെങ്കിലും കൊള്ളാത്ത ചുള്ളി പോലുള്ള ഈ മടക്കി ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കുറെ ആവശ്യമില്ലാത്ത കുറെ ചൂണ്ടയും പൊങ്ങും ഫ്ലോട്ടും അത് ഇത് കുറെ കാണിച്ചിട്ട് മുമ്പ് 2000 ആണ് ഇപ്പൊ ഓഫർ ഇട്ട് 500 രൂപയ്ക്ക് കൊടുക്കുന്നു പറഞ്ഞുള്ള ഉണ്ട്. അങ്ങനെയുള്ളതല്ല. ഇത് നമ്മുടെ ഷോപ്പാണ്. ഷോപ്പിൽ കൊടുക്കുന്ന പിന്നെ അത് മാത്രമല്ല, എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രോഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അതിന്റെ മീൻ പിടിക്കണം. പിന്നെ അത് മേടിക്കുന്ന കാശിന് അതിന് വാല്യൂ ഉണ്ട്. അപ്പൊ ആ വാല്യൂ നമ്മൾ മാനിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു 7 അടി റോഡ്, ഇതങ്ങനെ ഒടിഞ്ഞൊന്നും പോകത്തില്ല. കണ്ടോ, അത്രയ്ക്ക് നമുക്ക് വിശ്വസിച്ച്
കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം. ഇതിന് ഒരു 1500 ഇതിന്റെ കൂടെ റീലുണ്ട്. റീൽ ഇപ്പൊ അവിടെ നമ്മളിത് പ്ലാൻ ചെയ്തല്ല, ഇപ്പൊ വേറെ ചോദിച്ചപ്പോ ഞാൻ ജസ്റ്റ് പറയുക. ഇതിന്റെ കൂടെ കുഴപ്പമില്ലാത്തൊരു 1000 സീരീസ് ഒരു മെറ്റൽ ബോഡി റീല്, പിന്നെ ബ്രൈഡൽ ലൈനാണ്. ഓൺലൈനിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 1000 രൂപയ്ക്ക് 800 രൂപയ്ക്ക് പ്രോഡക്റ്റ് കിട്ടുമായിരിക്കും. അതിനകത്ത് ഈ ചുള്ളി പോലുള്ള കുടല് കണക്കുള്ള അത് ഞാനിവിടെ കേട്ടത് പോലും ഈ കടയിൽ കേട്ടതില്ല. കാരണം ഫസ്റ്റ് ഇയർ തന്നെ ഓടിയും. ഇത് ചിലപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഓൺലൈൻ മേടിച്ച് അബദ്ധം പറ്റിയിട്ടുള്ള സാധനങ്ങൾ. ഇതും ചിലപ്പോൾ നിങ്ങൾ ഓൺലൈൻ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. ഏത് കടയിൽ നിന്നും മേടിക്കാം, പക്ഷെ സംസാരിക്കാതെയും സിസ്റ്റത്തിലൂടെ മേടിക്കുന്ന ഓൺലൈൻ മേടിക്കരുത്. ഫിഷിംഗ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ വിളിച്ചാ ചേട്ടാ എന്തുണ്ട് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വിശ്വാസം വന്ന് അങ്ങനെയുള്ള ഓൺലൈൻ കടകളിൽ നിന്ന് മേടിച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ ചിലർ മിണ്ടാതെ നമ്മൾ ഫോണിൽ സിസ്റ്റത്തിൽ അടിച്ച് ക്യാഷ് ഓൺ ഡെലിവറി അല്ലെ പെയ്ഡ് ഡെലിവറി അങ്ങനെയൊക്കെ പല പ്രോഡക്റ്റുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച സാധനമായിരിക്കത്തില്ല. കാണുമ്പോൾ ഫോട്ടോയിൽ കണ്ടതിനായിരിക്കും, അതായത് ക്വാളിറ്റി ഫോട്ടോയിലൂടെ മനസ്സിലാകത്തില്ല. നമുക്ക് റൈറ്റ് ആയിട്ടുള്ള സാധനം ഇതുപോലെ ഏതെങ്കിലും കടകളിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും വിശ്വാസം. പിന്നെ നല്ലോണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കടക്കാരൻ്റെ നിന്ന് മേടിക്കുന്ന ഫിഷിംഗ് പ്രോഡക്റ്റ് അത് അത്യാവശ്യം എന്ത് സാധനവും അങ്ങനെ ആയിരിക്കണം, നമ്മൾ അങ്ങനെ മേടിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിന് 1500 മുതൽ നമ്മളുണ്ട്. അതുപോലെ പിന്നെ 2000 ഉണ്ട്, 2500 ഉണ്ട്. അത് ഓരോന്നിനും ഓരോ ക്വാളിറ്റി വെച്ച് അതിന്റെ കപ്പാസിറ്റി, ഗിയറിന്റെ കപ്പാസിറ്റി, ബെയറിങ്ങിന്റെ, പിന്നെ ഇതിന്റെ പവർ, ലൈൻ, പിന്നെ ഇടുന്ന ഡെമ്മിക്കകത്തൊക്കെ വില വ്യത്യാസം വരും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇതിന്റെ വിലക്കകത്ത് വ്യത്യാസം വരുന്നതനുസരിച്ച് ക്വാളിറ്റി പവറാവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. പിന്നെ ചേട്ടാ എവിടുന്നൊക്കെ ദൂരത്തു നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്? ഇത് നമ്മുടെ ഇപ്പൊ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. പിന്നെ നമ്മളെ തിരക്കി തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്ന് പോലും ഗോവയിൽ നിന്ന് പോലും വന്ന് ചൂണ്ട മേടിക്കുന്നത്. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഞാനിപ്പോ ഈ സംസാരിച്ചപ്പോ ചിലപ്പോൾ മനസ്സിലായി കാണും. ഇതിന്റെ ഞാൻ ഈ പറയുന്നത് ഓരോ പ്രോഡക്റ്റ് ഇപ്പൊ യൂട്യൂബിൽ വേണ്ടി കാണാപ്പാടം പറഞ്ഞിട്ട് ഞാൻ വീഡിയോ പറയുന്നതല്ല. നമ്മുടെ ബൈ എക്സ്പീരിയൻസ് ഇപ്പൊ ഞാൻ ഒരു ദിവസം ജോലി ചെയ്യുമ്പോഴത്തേക്ക് കുറഞ്ഞതൊരു മിനിമം ഒരു 100 പേരെങ്കിലും നമ്മൾ ഫേസ് ചെയ്യും. മിനിമം അതിൽ മേളോട്ടേ ഉള്ളൂ, അത് താഴോട്ടില്ല. അപ്പൊ ഇത് 100 അനുഭവമാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ എന്റേതായ ഒരു എക്സ്പീരിയൻസ് 10, 27, 28 കൊല്ലമായിട്ട് ഇത് മാത്രം ഞാൻ ചെയ്യുക. അപ്പൊ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്ത് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും ഓരോ സാധനത്തിനെ കുറിച്ചും മൈ എക്സ്പീരിയൻസ്. അപ്പൊ ആ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പഠിക്കേണ്ട കാര്യം ഇത് തന്നെ ഒരു പഠിത്തമാണ്. അല്ല യൂട്യൂബിന് വേണ്ടി ഒരു എന്റെ വീഡിയോ എനിക്ക് സിക്സർ ഫിഷിംഗ് ബ്ലോഗ് എന്നും പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലിനകത്ത് ഞാൻ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കും. അതിന് എഡിറ്റിംഗ് ഇല്ല, കട്ടിങ് ഇല്ല, ഒന്നുമില്ല. 10 മിനിറ്റ് ആയാലും 15 മിനിറ്റ് ആയാലും ഞാൻ പറയുന്നത് ഇങ്ങനെ പറയുക, സംസാരിക്കുകയാണ്. അതിനകത്ത് എന്റെ വീഡിയോ കട്ടിങ് ഇല്ല. 10-24,000-ലധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലക്ഷക്കണക്കിന് വരെയൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന വീഡിയോ വ്യൂവേഴ്സിനെയോ ഇത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി ഒന്നും അക്കൗണ്ട് നമ്പർ പോലും എന്റെ വീഡിയോക്ക് അത് ഞാൻ ഇട്ടിട്ടില്ല. അതില്ല, നമ്മുടെ ബിസിനസ് ഇത് കണ്ട് ഇതിൽ സാധനം മേടിക്കാൻ വരുന്ന കച്ചവടം അത് മതി നമുക്ക്. അല്ലാതെ ഇതിലൂടെയും നമ്മൾ അത്രയും ഞാൻ താല്പര്യം തോന്നിയിട്ടില്ല. ചിലപ്പോ ഭാവിയിൽ നമ്മളത് സെറ്റാക്കി എടുക്കും, അത് ചിലപ്പോ ചെയ്യും. പക്ഷെ ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല. 6 കൊല്ലമായി ചാനൽ തുടങ്ങിയിട്ട്, 5-6 കൊല്ലം ആവുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ടില്ല. വീഡിയോ വലിയ രീതിയിലുള്ള എഡിറ്റിങ് അങ്ങനെ ബഹളം കാണിച്ച് ചണ്ടമേളവും ഈ TVP വരുന്ന കണക്കും ഇങ്ങനെ കറക്കി ചുറ്റുകൾ സിമ്പിൾ സൈലന്റ് ആയിട്ട് വീഡിയോ കാണാം. ഞാൻ എന്താണോ പറയുന്നത് ആൾക്കാർക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാകും. എന്നുവെച്ചാൽ ഒരു സാധാരണക്കാരന് ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ഇല്ലാതെ നമ്മൾ എന്താണോ ചെയ്യുന്നത്, എന്താണോ പറയുന്നത്, അല്ലെ നമുക്കൊരു തെറ്റ് വരും. ഇതിനകത്ത് വലിയ ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തപ്പ് നാക്ക് വശം കൊണ്ടാകാം, അല്ലെ പറഞ്ഞ കാര്യത്തിന്റെ കറക്റ്റ് അല്ല, ഞാൻ അത് എഡിറ്റ് ചെയ്യത്തില്ല. അതിനെ ക്ലിയർ ആക്കി നമ്മൾ ആ ലൈവിൽ തന്നെ അത് ക്ലിയർ ആക്കി പറഞ്ഞു. അതാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് കേട്ടോണ്ടിരിക്കുന്ന ഒരു സാധനം കട്ടാക്കി അടുത്തത് ഇങ്ങനെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെയൊക്കെ പറ്റും. ഞാൻ അതുപോലെ എനിക്കിഷ്ടമല്ല. ഞാനത് പറയുന്നത് എന്താണോ അത് ആൾക്കാർക്ക് മനസ്സിലാവും വ്യക്തമാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 1500 7 അടി റോഡ്, ഒരു 1000 സീരീസ് റീല്, അതിന്റെ ബ്രൈഡ്, ഒരു ചെറിയൊരു തവള, എല്ലാം കൂടിച്ച് തവളയോ കടൽ ഫിഷിങ്ങിനാണെങ്കിൽ എന്താണെന്ന് എടുത്ത് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള സാധനം സെറ്റാക്കി നമ്മള് ചിലപ്പോ ഈ സെൻഡിങ് ചില ആൾക്കാർ ചിലപ്പോ എന്റെ യൂട്യൂബിനകത്തോ ചിലപ്പോ എന്തെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കമന്റിനകത്തും ചിലപ്പോ താമസിക്കുന്നു. എന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല,
നമ്മളത് കറക്റ്റായിട്ടെല്ലാം അയക്കുന്നു. ഈ അയച്ചു കൊടുക്കുന്ന ടീമിന് മനസ്സിലല്ലേ, വണ്ടിയിൽ പോകുന്നതാണ് ചിലപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ഓഫ് ഡേ വരുന്നത്, അതിന്റെ ഒരു ലാഗ് വരും, ഒരു താമസം വരുമ്പോഴത്തേക്ക് എല്ലാവരും താമസിക്കുന്ന പോലെ സ്വാഭാവികമായിട്ട് അത് താമസിക്കും. അല്ലാതെ നമ്മളായിട്ടൊന്നും കേൾക്കുന്ന പൈസ ആയിട്ട് അഡ്രസ്സും കിട്ടിയ സാധനമല്ല അന്ന് തന്നെ വൈകിട്ട് 5 മണിക്ക് തന്നെ നമ്മൾ അയക്കും. പിന്നെ നെക്സ്റ്റ് ഡേ, ഇന്ന് ഇപ്പൊ സാറ്റർഡേ, ചിലപ്പോൾ നാളെ സൺഡേ, അതിന്റെ പിറ്റേന്ന് അവധിയും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. അല്ലെങ്കിൽ വിത്തിൻ 2 days, മാക്സിമം 2 days അല്ലെ 1 daysനുള്ളിൽ കേരള ഓൾ ഓവർ കേരള ഡെലിവർ ആകും പോകും. അപ്പൊ എല്ലാം കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും കസ്റ്റമർ വരുന്നുണ്ട്. എല്ലാവരും വന്ന് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു കസ്റ്റമർ വന്നാൽ അവരെ ഹാപ്പി ആക്കി വിടുക. ചിലപ്പോൾ മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നതിനൊക്കെ ചെറിയ താമസം വരും. അതുകൊണ്ട് ചിലപ്പോൾ ഫോൺ വിളിച്ചാൽ ഞാൻ അപ്പോൾ എടുത്തതിന് മറുപടി പെട്ടെന്ന് കൊടുക്കും. ചിലപ്പോൾ മെസ്സേജ് ഞാൻ ഫ്രീ ടൈമിൽ ഫോൺ നോക്കി, നമ്മൾ ഇപ്പൊ നിങ്ങളുമായിട്ട് സംസാരിക്കും, നമുക്ക് മെസ്സേജ് നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കസ്റ്റമർ വരും, റോഡ് എന്തെങ്കിലും സെറ്റ് ആക്കുന്ന അതിന്റെ റോഡ്, പിന്നെ കടയിൽ വരുമ്പോൾ അവർക്ക് A-Z ഇട്ട് അതിന് ചുറ്റി വലിച്ച് ബാക്കി കടലുണ്ട്, അവിടെ പോയി എറിഞ്ഞു കൊടുക്കും. തീറ്റയുണ്ട്, നമുക്ക് ചെമ്മീനൊക്കെ ചൂണ്ടയ്ക്കുള്ള ഡൈറ്റ് ഉണ്ട്. അപ്പൊ അത് കടലിൽ കൊണ്ടുപോയി ചൂണ്ടയിട്ട് കാണിച്ച് അവരെ ഹാപ്പി ആക്കി സമാധാനത്തെ കാറ്റും കൊണ്ട് കടൽക്കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു വൈബാണ് നമ്മുടെ ബാച്ച്. നിങ്ങൾ കണ്ടു കാണും. സമാധാനത്തിൽ തിരക്കൊന്നുമില്ല. കടയില് ചിലപ്പോൾ കസ്റ്റമറുടെ തിരക്ക് കാണാം, അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. നല്ല കാറ്റൊക്കെ കൊണ്ടൊരു നല്ലൊരു മൂഡിൽ നമുക്ക് ചൂണ്ടയിട്ട് ഹാപ്പി ആയിട്ട് പോകാം. കേരളത്തിലെ എവിടെ നിന്നുള്ള ആൾക്കാർക്ക് വന്നാലും അതിനുള്ള സൗകര്യം കൊണ്ട് നമുക്ക് സാധനം കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ ചാനലിന്റെ പേര് ഒന്നുകൂടെ പറയും. ട്രാവൽ ഹബ്ബ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ട്രാവൽ ഹബ്ബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫിഷിങ്ങിനായിട്ട് ഫസ്റ്റ് മൈൻഡ് വരേണ്ട പേരെന്ന് പറയുമ്പോഴത്തേക്ക് സിക്സർ വന്നാലുള്ള പ്രശ്നം, അതിന്റെ ഗുണം, അതിന്റെ A-Z എന്നുവെച്ചാൽ ഫിഷിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി തരും. അതിന്റെ അവസാനം വരെ ഈ ഒരു മീൻ വേറെ പിടിക്കുന്നിടം വരെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരും. സമയം നിങ്ങൾക്കുണ്ട്. എന്റെ സമയം വെയിറ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഹീറോ ആക്കി വരും 100%. അപ്പൊ നമ്മുടെ എന്റെ ഒരു ചാനലുണ്ട്, ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന്റെ പേര് സിക്സർ ഫിഷിംഗ് ബ്ലോഗ്. സിക്സർ ഫിഷിംഗ് ആയിരിക്കുമ്പോൾ കിട്ടും. അതും സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇദ്ദേഹത്തിന്റെ ചാനൽ ബാബുചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാം കേട്ടല്ലോ. അപ്പൊ ഓൺലൈനായിട്ട് വേണ്ടവർക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ല ഓഫ്ലൈൻ വേണമെങ്കിൽ ബാബുചേട്ടന്റെ ഷോപ്പിൽ വരാം, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും. ഇത്രയും നേരം ഫിഷിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ബാബുചേട്ട. ഒരുപാട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.